ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം NPD അഥവാ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ബ്രെൽവിയാണ്. അദ്ദേഹം എറണാകുളം പനമ്പള്ളി നഗറിലെ ടോക്കിംഗ് ക്യൂർ എന്ന് പറയുന്ന കൗൺസിലിംഗ് സെൻറ്റർ നടത്തുകയാണ്. ഒപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ 2 വർഷത്തിലേറെയായി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ, അപ്പോൾ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ കുറേ നാളടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇയാൾ ഇങ്ങനത്തെ ആണെന്നുള്ളത്. അപ്പം നമുക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇതൊരു പാരസൈറ്റ് പോലെയാണല്ലോ, ഇത്തിക്കണ്ണിയാണ് ആണ് ശരിക്കും. അപ്പോൾ ആ പാരസൈറ്റിനെ നമ്മൾ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അവരുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ദുസ്സഹമായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ട്രാൻസ്ഫോർമേഷൻ വരുത്താനായിട്ട് ആ വ്യക്തി സഹകരിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ മാറ്റാനായിട്ട് ഒരു പ്രതീക്ഷയോടുകൂടി വേണമല്ലോ നമ്മൾ എല്ലാത്തിനെയും കാണാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ ആ വ്യക്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പക്ഷേ ഇവർ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വാസ്തവം. ഈ ഒപ്പമുള്ള ആൾക്ക് ഇയാൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസോർഡർ ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് വരികയാണ്. അപ്പോൾ ഡോക്ടർ സംസാരിക്കുമ്പോൾ ഈ വ്യക്തിയെ അറിയിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? പലപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ കേസ് എടുക്കുമ്പോൾ. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഹസ്ബൻഡ് ഈ പറയുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ ഹിസ്റ്ററി ടേക്കിംഗ് എടുക്കുമ്പോഴാണ്. ഇവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്കത് മാറി നിന്ന് നോക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതെ അതെ, എന്തുകൊണ്ട് ഈ സ്ത്രീയുടെ അടുത്ത് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നു, എന്നാൽ ചില സമയങ്ങളിൽ വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ട്, അയാൾക്ക് ആ പറയുന്ന അംഗീകാരം കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള പല സിംറ്റംസിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പിന്നെ ആ വ്യക്തിത്വം ഇന്നതാണെന്നുള്ളത് ഒരിക്കലും കൗൺസിലിങ്ങിന് നമ്മളല്ല സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ആ വ്യക്തികൾ തന്നെയാണ്. പക്ഷേ അതിനുള്ള സാഹചര്യം നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ അവർക്ക് നോക്കിക്കാണാം, ഏതൊരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ആൾക്കാരും ആ പ്രശ്നത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നവരല്ലേ. ആ പ്രശ്നത്തിനുള്ള പരിഹാരവും തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ആ കഴിവ് നമ്മൾ തിരിച്ചറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ മനസ്സിലാക്കി കൊടുക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ഒരാളാണ്. പലപ്പോഴും നമ്മൾ രണ്ട് വ്യക്തികളെയും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നങ്ങളുള്ളപ്പോൾ രണ്ടുപേരും പലപ്പോഴും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാകുമ്പോൾ സഹകരിക്കണം എന്നില്ല, അവർ കൗൺസിലിങ്ങിന് വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് തിരിച്ചറിയാൻ ആ വ്യക്തിക്ക് സാധിച്ചാൽ മാത്രമാണ് പിന്നീടുള്ള കാര്യങ്ങൾക്ക്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ വളരെ വിഷമത്തോടുകൂടി പറയാൻ അവരത് തിരിച്ചറിയാൻ ശ്രമിക്കില്ല പലപ്പോഴും. പിന്നെ ഇവരുടെയൊക്കെ കുറച്ച് പ്രായം ചെന്ന കാലഘട്ടത്തിലാണ് ഇവർ കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത്. കാരണം ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഇവരോട് അടുത്തിടപഴകുന്ന ആൾക്കാരൊക്കെ ഇവരെ തിരിച്ചറിയാൻ തുടങ്ങും. തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പഴയതുപോലെ അംഗീകാരങ്ങൾ കൊടുക്കില്ല. ഈ അംഗീകാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഇവർ പിന്നെ കരയിൽ പിടിച്ചിട്ട മത്സ്യത്തിനെ പോലെ സഹിക്കാൻ പറ്റില്ല അവർക്ക്. ഒരു ഗ്രൂപ്പിൽ ചെന്ന് അവരായിരിക്കണം നമ്പർ 1. ഇപ്പോൾ പിന്നെ ഇവർക്ക് എമ്പതി എന്ന് പറയുന്നൊരു സംഭവം ഇല്ല, ആരോടും ഉണ്ടാവില്ല. സഹാനുഭൂതി എന്ന് പറയുന്ന ഒരു മനോഭാവം ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് ഉണ്ടാവില്ല. സഹാനുഭൂതി ഉണ്ടെങ്കിലല്ലേ ഒരു വ്യക്തിയുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ശ്രമിക്കുകയുള്ളൂ. ടു ലുക്ക് തിങ്സ് ഇൻ ദ അതർ പേഴ്സൺ ഷൂ എന്നാണ് നമ്മൾ എമ്പതിയെ പറ്റി പറയുക. മറ്റൊരു വ്യക്തിയുടെ ഷൂവിൽ നിന്നുകൊണ്ട് അയാളായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർക്കില്ല. എമ്പതി ഇല്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ മദർ ലോയും ഈ പറയുന്ന ഡോക്ടർ ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഈ പാരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പോലും അത് സംഭവിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു എമ്പതി ഇല്ലാത്ത സമയത്ത് മറ്റുള്ളവരുടെ വിഷമം കഥ പറഞ്ഞ പോലെ ഏകദേശം വേണേൽ പറയാം. എനിക്ക് ഭീഷണിയായിട്ട് അത് അസൂയ അങ്ങനെ വരുന്നുണ്ട് ഇവർക്ക്. ഈ അഗ്രസീവ് ബിഹേവിയർ ഒക്കെ വരുന്നതിന് പ്രധാന കാരണം എനിക്ക് മുകളിൽ ഒരാൾ മുളച്ചു വന്നാൽ അത് ഇവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരുപക്ഷെ ആ രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും.